بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, ബഹുമാന്യരായ ഗൗസുൽ അഅ്ലം സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ജിഫായി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവർകളുടെ മാസമാണ് ജുമാദൽ ഊല. അവരുടെ മാസമാണെന്ന് പറഞ്ഞാൽ അവര് ഹിജ്റ 512 മുഹറം മാസത്തിലാണ് ജനിക്കുന്നത്. ഔലിയാഇന്റെ മാസമായി നാം പറയാറുള്ളത് അവർ വഫാത്തായ മാസത്തെ കുറിച്ചാണ്. മുത്തനബിന്റെ മാസം, വഫാത്തിന്റെ മാസം, ജന്മത്തിന്റെ മാസം രണ്ടും ഒന്നാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താവുന്നത് ജുമാദൽ ഊല മാസത്തിലാണ്. ജുമാദൽ ഊല 22-നാണെന്നും മറ്റുമൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഹിജ്റ 578-ലാണ് റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താവുന്നത്. 578 അവര് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വരുന്ന അവരുടെ ഉപ്പയുടെ പേര് അലി അബുൽ ഹസൻ എന്നാണ് ഉപ്പയുടെ പേര്. അവര് ജനിക്കുമ്പോ മുഹറം മാസത്തിൽ ജനിച്ച് അങ്ങനെ ആ റമദാൻ, മുഹറം മാസത്തിന് ആ വർഷം വരുന്ന റമദാനിൽ അവര് പാല് കുടിച്ചിട്ടില്ല. അന്ന് മുതൽക്ക് തന്നെ ഇസ്ലാമിലെ നിർബന്ധമായ നോമ്പുകളും സുന്നത്തായ നോമ്പുകളും അവര് കുട്ടിപ്രായം, മുലകുടിക്കുന്ന പ്രായം മുതൽക്ക് തന്നെ പിടിക്കാറുണ്ട് എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കാണാം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നാം കുറെ കേട്ടിട്ടുണ്ട്. അവരെ പോലെ പ്രസിദ്ധരാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാല, മുഹീദ്ദീൻ മാല, അത് പ്രസിദ്ധമായ അത്ര റിഫായി മാല ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായിട്ടില്ല. അതുകൊണ്ട് അവരുടെ പല കറാമത്തുകളും അവരുടെ പല മഹത്വങ്ങളും സാധാരണക്കാർക്ക് അറിയില്ല. വാസ്തവത്തിൽ അവരെ കുറിച്ച് അക്കാലത്ത് ജീവിച്ചവരായ പല മഹാന്മാരും പല കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട് റിഫായി ശൈഖിനെ കുറിച്ച്. റിഫായി ശൈഖിന്റെ കാലത്ത് ജീവിച്ച മഹാനാണ് ഷാഫിഈ മദ്ഹബിന്റെ എഡിറ്ററായ അബ്ദുൽ കരീം റാഫിഈ റളിയല്ലാഹു തആല. റിഫായി ശൈഖിന്റെ കാലത്ത് ജീവിച്ച ആളാണ്, ഖസ്വീനി. അവര് റിഫായി ശൈഖിനെ കുറിച്ച് നല്ലൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. റാഫിഈ ഇമാമിന്റെ മുമ്പും ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ശേഷവും എഴുതപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിലെല്ലാം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എഴുതി വെച്ചത് നാം വായിക്കുകയാണെങ്കിൽ അവരൊക്കെ പറയുന്നത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ, അല്ലെങ്കിൽ ചില വിഷയങ്ങളിലൊക്കെ അവരെക്കാൾ മീതയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഇല്ലാത്ത പ്രത്യേകതകളും റിഫായി ശൈഖിന് ഉണ്ട് എന്ന് വിവരിക്കുന്നതായി കാണാം. അത് അള്ളാഹുവിന്റെ ഔലിയായിനെ നമുക്ക് ആർക്കും അളക്കാൻ കഴിയില്ല. അവരെ
നാം ഇവരാണ് അവരെക്കാൾ മീതെ എന്നൊന്നും പറയാന്, വലിയ ഔലിയാവിനെ കുറിച്ച് പറയാൻ നമുക്ക് ആർക്കും സാധിക്കൂല. എന്നെ ഓരോരുത്തരും കൂട്ടി പറയണ്ട, എന്നെ ഓരോരുത്തരും അറിയരുതെന്നോവർ. ആ രണ്ടുപേരും മൊയ്തീമാരിയിലുണ്ട് അല്ലേ? എന്നെ ഒരുത്തരും കൂട്ടിപ്പറയണ്ട, എന്നെ ഒരുത്തരും അറിയരുതെന്നോവർ. അത് മൊയ്തീൻ ശൈഖ് മാത്രല്ല പറഞ്ഞത്. മൊയ്തീമാരിയിലെ ആ വരി കണ്ട് എന്നെ ഒരുത്തരും കൂട്ടിപ്പറയണ്ടെന്ന് മൊയ്തീൻ ശൈഖ് പറഞ്ഞതുകൊണ്ട് അത് മൊയ്തീൻ ശൈഖിന് മാത്രം ഉള്ള പ്രത്യേകത എന്ന് മനസ്സിലാക്കണ്ട. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഔലിയായി എത്രയാണ്? ലക്ഷക്കണക്കിന് ഔലിയായി എക്കാലത്തും ഈ ഭൂമിയിലുണ്ട്. ഈ ഭൂമിയിൽ എക്കാലത്തും ലക്ഷക്കണക്കിന് ഔലിയായുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന്റെ ശേഷം ഇനി ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നതിന്റെ അല്പം മുമ്പ് വരെ ഈ ഭൂമിയിൽ 1,24,000 പ്രത്യേകക്കാരായ ഔലിയാക്കളും അവരെ കീഴിലുള്ള വേറെ ഔലിയാക്കന്മാരും ഈ ഭൂമിയിൽ എപ്പോഴും ഉണ്ട്. അപ്പോ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അതേ വാക്ക് റിഫായി ശൈഖും പറഞ്ഞിട്ടുണ്ട്. ഇന്നാർക്കും തിരിയൂല, ഞാൻ ആരെ പോലെയല്ല. അത് മടവൂർ ശൈഖും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവന് ഇഷ്ടപ്പെട്ട ഔലിയാവിന് ഓരോ ഓഫർ കൊടുക്കും. അവരോട് അല്ലാഹു തആല ഓരോ സംഭാഷണങ്ങൾ അല്ലാഹു തആല നടത്തും. നിങ്ങളെപ്പോലെ എനിക്ക് വേറെ വലിയൂല്ല. അത് പറയാൻ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായാൽ മതി. അള്ളാഹിന്റെ അടുക്ക് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്. പ്രത്യേകത 10ലോ 100ലോ 1000ലോ ചുരുങ്ങുന്നതാ. എന്തെല്ലാം പ്രത്യേകതകൾ അള്ളാഹുവിന്റെ അടുത്തുണ്ട് ഓരോ വലിയനും കൊടുക്കാന്. ഓരോ വലിയനോട് അള്ളാഹു തആല പറയും. പ്രഗത്ഭരായ ഔലിയാക്കന്മാരോട് അള്ളാഹു തആല പറയുന്ന വാക്കാണ്, എന്നെപ്പോലെ ഒരു പഠിപ്പിനെ ഞാൻ പഠിച്ചിട്ടില്ല. അവർക്ക് സന്തോഷമായി. അള്ളാഹു തആലയാണ് ഇത് പറയുന്നത്. അതിന്റെ അർത്ഥം എല്ലാ വിഷയത്തിലും ഇന്നെപ്പോലെ ഒരാളില്ല എന്നല്ല. അത് അല്ലാഹു തആല മടവൂർ ശൈഖിനോടും പറഞ്ഞിട്ടുണ്ടാവും. മടവൂർ ശൈഖിന്റെ ശേഷം വന്ന അഖ്താബ് ഖുത്ബീങ്ങൾ അവരോടും പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞവരുണ്ട് പലരും അങ്ങനെ. അപ്പൊ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു ചെറുപ്പം മുതൽക്കേ നല്ല വലിയായിട്ടാണ്, ഒരു വലിയന്റെ ജീവിതത്തിലാണ് ജീവിക്കുന്നത്. 7-ാം വയസ്സിൽ വഫാത്തായി പോയി. ചെറുപ്പം മുതൽക്കേ കുട്ടികളോട് കൂടെയോ ആരോടുകൂടെയും ജീവിതത്തിൽ ഒരിക്കലും കളിച്ചിട്ടില്ല. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല ജീവിതത്തിൽ കളിക്കാത്ത മനുഷ്യനാണ് അഹ്മദുൽ കബീർ റിഫായി. അങ്ങനെ തന്നെ മൊഹീദ്ദീൻ ശൈഖ് ഒരൊറ്റ കുട്ടിന്റെ കൂടി കളിച്ചിട്ടില്ല. ഒരിക്കൽ കുട്ടിയാള് കളിച്ചപ്പോ മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു കൂടെ കളിക്കാൻ. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല കുട്ടിയാളെ കൂടെ ഇറങ്ങാന് തുടങ്ങിയപ്പോ ആ ശരീരി കേട്ടു, നിന്നിതിന് പഠിച്ചതല്ല, ഓട്. അങ്ങനെ ഉമ്മാന്റെ മടിയിലേക്ക് ഓടി ചെന്ന് മടി കയറി കടന്നു. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം. ആ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കളിച്ചിട്ടില്ല. ജീവിതത്തിൽ തീരെ ഉറങ്ങാത്ത ആളാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു. രാത്രി ഉറങ്ങാത്ത ആളാണ്. രാത്രിയുടെ ഉറക്കാണ് ഏറ്റവും നല്ല സുഖകരമായ ഉറക്കം. പകലൽപ്പം ഉറങ്ങും, രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. രാത്രി ഫുള്ള് ഉറങ്ങാതെ പിന്നെ എന്താ പണി? അല്ലാഹു തആലക്കുള്ള ഇബാദത്താണ്. അങ്ങനെ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു 7-ാം വയസ്സിൽ പിതാവ് വഫാത്തായപ്പോ അലി അബുൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അലി അബുൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ ഉമ്മയുടെ സഹോദരൻ, അതായത് റിഫായി ശൈഖിന്റെ അമ്മാവൻ മൻസൂറുൽ ബത്വാഇഹി റളിയല്ലാഹു തആല അൻഹു. മൻസൂറുൽ ബത്വാഇഹി വലിയ മഹാനാണ്. കാലഘട്ടത്തിന്റെ ഗൗസാണ്, ഖുതുബാണ്. അക്കാലഘട്ടത്തിൽ ഖുതുബുൽ ആലമായ വ്യക്തിയാണ് മൻസൂറുൽ ബത്വാഇഹി റളിയല്ലാഹു അൻഹു.
മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വലിയാക്കി പോറ്റിയ മഹാനാണ്. നിങ്ങൾക്കറിയാം ഹമ്മാദ് റളിയല്ലാഹു അൻഹു അല്ലേ? ഹമ്മാദുൻ ദബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഹമ്മാദ് റളിയല്ലാഹു അൻഹു മൻസൂറുൽ ബതാഇഹിയുടെ മുരീദ, ശിഷ്യന. ഹമ്മാദിന്റെ ഗുരു മൻസൂറുൽ ബതാഇഹിയാണ്. മൻസൂറുൽ ബതാഇഹി എന്ന് പറയുന്ന മഹാന് റിഫായി ശൈഖിന്റെ അമ്മാവനാണ്, ഗുരുവുമാണ്. മൻസൂറുൽ ബതാഇഹിയാണ് റിഫായി ശൈഖിനെ വളർത്തുന്നത്. ചെറിയ വിദ്യാഭ്യാസങ്ങളൊക്കെ കൊടുത്ത്, ദീനീ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത്, ഖുർആനും ഹദീസും എല്ലാ കിതാബുകളും ബോധിപ്പടിച്ച നല്ല ഒരു ഫഖീഹായി വന്ന മഹാനാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ഷാഫിഈ മദ്ഹബുകാരനാണ്. അതുകൊണ്ട് തന്നെ ഇമാം സുബ്കി തബഖാത്തു ഷാഫിഇയ്യത്തുൽ കുബ്ര എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ വിശദമായി റിഫായി ശൈഖിനെ കുറിച്ച് പറഞ്ഞു കാണും. ധാരാളം കിതാബുകൾ എഴുതിയ നല്ലൊരു മുദർരിസായിരുന്നു. നല്ലൊരു എല്ലാ വിജ്ഞാന ശാഖകളിലും കഴിവുള്ള മഹാനായിരുന്നു റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു. അത് കാലങ്ങൾ എടുത്തുകൊണ്ട് പഠിച്ചു വെച്ച ഇൽമാണ് റിഫായി ശൈഖിന്റെ ഇൽമ്. അങ്ങനെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗുരു മൻസൂറുൽ ബതാഇഹി എന്നവര് ഹിജ്റ 542 അവര് വഫാത്തായി. മൻസൂറുൽ ബതാഇഹി വഫാത്താവുമ്പോ, വലിയ ഔലിയ വഫാത്താവുമ്പോ അവരെ കൂടെ ഉള്ളതൊക്കെ അവർക്ക് അവരുടെ ശിഷ്യന്മാരെ മുരീദന്മാരെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കാര്യപ്പെട്ട ഒരു മുരീദിന് കൊടുക്കും. ഒരു മുരീദ് ഏറ്റുവാങ്ങും. അതിന് പ്രത്യേക ഇസ്തുലാഹ് ഔലിയാവിന്റെ ഇടയിലുണ്ട്. അതിവിടെ പറയേണ്ടതല്ല. മൻസൂറുൽ ബതാഇഹി വഫാത്താവുമ്പോ മൻസൂറുൽ ബതാഇക്ക് 2 മക്കളുണ്ട്. ആ മൻസൂറുൽ ബതാഇന്റെ 2 മക്കളും അവരുടെ മുരീദന്മാര് തന്നെയാണ്. റിഫായി ശൈഖും അവരുടെ മുരീദാണ്. അങ്ങനെ റിഫായി ശൈഖിന്റെ പോക്ക്, മൻസൂറുൽ ബതാഇഹിയുടെ തീരുമാനം, ചായ്വ് റിഫായി ശൈഖിലേക്കാണ്. എന്റെ ശേഷം എന്റെ പ്രതിനിധിയായി എന്റെ അടുക്കലുള്ള സിർറ് കൊടുക്കാൻ പറ്റിയ വ്യക്തി റിഫായി ശൈഖാണെന്ന്, റിഫായിയാണെന്ന്, അഹ്മദ് റിഫായിയാണെന്ന് കുട്ടികൾക്ക്, മക്കൾക്ക് മനസ്സിലാകുന്നുണ്ട് വാപ്പയുടെ ചലനങ്ങളിൽ നിന്ന്, സംസാരങ്ങളിൽ നിന്ന്. അന്നേരം മക്കൾ ചോദിച്ചു, ഉപ്പയോട് ചോദിച്ചു, മൻസൂറുൽ ബതാഇഹിയോട് ചോദിച്ചു, ഉപ്പ, എല്ലാ ഉപ്പയും മരിക്കുന്നതിന്റെ മുമ്പ് ആ ഉപ്പയുടെ അനന്തരം മക്കളല്ലേ ഏറ്റെടുക്കുക, മക്കൾക്കല്ലേ കൊടുക്കേണ്ടത്? ആ അനന്തരം പോക്കറ്റിലുള്ള അനന്തരാണ്. കൽബിലുള്ള അനന്തരം മക്കൾക്ക് കൈക്കൊള്ളുന്നില്ല. അത് കൊടുക്കാൻ പറ്റുമൊക്കെ കൊടുക്കുക. മോനായിട്ട് കാര്യമല്ല, മോനും മോള് കൊടുക്കാൻ പറ്റണം. കൽബിലുള്ള സിറിന്റെ അനന്തരം മക്കൾക്ക് കിട്ടൂല, കിട്ടണമെന്നില്ല. അധികവും മക്കൾക്ക് കിട്ടാറില്ല. സിറിന്റെ അനന്തരം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എത്ര വലിയ പ്രഗൽഭരാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സിറിന്റെ അനന്തരം ആർക്കാ കിട്ടിയത്? അബ്ദുർ റസാഖ് തങ്ങൾക്ക് കിട്ടിയോ? മോന് ഇല്ല. അലിയുൽ ഹീത്തി റളിയല്ലാഹു തആല അൻഹുവിനാ കിട്ടിയത്. അപ്പോ മൻസൂറുൽ ബതാഇയോട് മക്കളെ ചോദിച്ചു, ഉപ്പ, അങ്ങയുടെ സിറിന്റെ അനന്തരം അതിനെ അവകാശപ്പെട്ടത് മക്കളല്ലേ എല്ലാ അനന്തരവും എടുക്കാറുള്ളത്. ഇങ്ങനൊരു സംശയം ഉപ്പയുടെ മുന്നിൽ മക്കൾ ചോദിച്ചപ്പോ ഉപ്പക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പ്രയാസമുണ്ടാവും. അതുകൊണ്ട് ഉപ്പ പറഞ്ഞു, ഞാന് നിങ്ങൾക്ക് ഒരു പരീക്ഷ തരാം. നിങ്ങൾ എല്ലാവരും 3 പേരും ഒരു കോഴിയും അത് അറുക്കുവാനുള്ള മൂർച്ചയുള്ള ഒരു കത്തിയും കൊണ്ടുവരണം. 3 പേരും കൊണ്ടുവന്നു മൻസൂറുൽ ബതാഇയുടെ മുന്നിൽ. എന്നിട്ട് മൻസൂറുൽ ബതാഇ പറഞ്ഞു, നിങ്ങൾ ഇത് കൊണ്ടുപോയി ആരും കാണരുത്, ഒരാളും ശ്രദ്ധയിൽപ്പെടാത്ത, ഒരാളുടെയും കാഴ്ചയിൽപ്പെടാത്തൊരു സ്ഥലത്ത് പോയി ഈ കോഴിയെ അറുത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞു.
അങ്ങനെ മൻസൂറുൽ ബത്തായിയുടെ 2 മക്കളും കുറെ ദൂരെ ഏതോ മലയിലൊക്കെ പോയി ഒളിഞ്ഞു പോയി, ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി കോഴിയെ അറുത്ത് കൊണ്ടുവന്നു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എവിടെയും പോയില്ല, കുറച്ചപ്പുറത്ത് പോയി. ഷെയ്ഖിന്റെ മുന്നിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകണല്ലോ, വല്ലാതെ ഉഷാറാകാനും പാടില്ല, ഓവർ ഉഷാറും പാടില്ല. ഷെയ്ഖിന്റെ മുന്നിൽ വല്ലാതെ ഇഖ്ലാസ് കൂടാൻ പാടില്ല. അപ്പോ ഷെയ്ഖിന്റെ മുന്നിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് പോയി അറുത്തുകൊണ്ടിരുന്നല്ലേ പറഞ്ഞ്, കുറച്ചപ്പുറത്ത് പോയി ഇങ്ങനെ മടങ്ങിപ്പോന്നു. അല്ല, മറ്റൊരു 2 പേരും കോയിനെ അറുത്തിങ് കൊണ്ടുവന്ന് ഈ എവിടെ നേരത്ത് ഞാൻ ആരും കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ ഇഫായിയോട് നിങ്ങൾ എന്റെ കോയിനെ ഇറക്കിയ ഞാന് ആലോചിച്ചു, ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് അല്ല ഈ കോയിനെ ഇറക്കേണ്ടത്. ഞാൻ എങ്ങോട്ട് നോക്കിയാലും അവിടെ ഒക്കെ അള്ളാഹുണ്ട്. അള്ളാഹു കാണാത്തൊരു സ്ഥലത്ത് വെച്ച് കോയിനെ ഇറക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഞാൻ കോയിനെ ഇറക്കാതിരുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അന്ന് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് 30 വയസ്സായിട്ടില്ല, ചെറുപ്പക്കാരനാ. 20 വയസ്സിന്റെ 30 വയസ്സിന്റെ അടിയില. അപ്പോ മൻസൂറുൽ ബത്താഹി പറഞ്ഞു, കണ്ടില്ലേ, അള്ളാഹുവിനെ കാണാൻ കഴിയണം, എല്ലായിടത്തും അള്ളാഹിനെ കാണാൻ കഴിയണം. അള്ളാഹുവിനെ മറന്നുള്ള ജീവിതം 24 മണിക്കൂറും അള്ളാഹുവിനെ ഓർമ്മ വേണം, അള്ളാഹുവിനെ കാണണം. അള്ളാഹുവിനെ കാണുന്നവർക്ക് സിർറ് കിട്ടൂ, അല്ലാത്തവർക്ക് സിർറ് ഏറ്റെടുത്താൽ അവര് ഒരു പക്ഷെ ഈമാൻ തെറ്റി മൗത്തായി പോകും. അള്ളാഹുവിന്റെ ഔലിയായി സ്വാലിഹീങ്ങൾ അവര് അള്ളാഹുവിനെ എപ്പോഴും കാണുന്നവരാണ്. എങ്ങനെ അള്ളാഹുവിനെ കാണല്? സ്വലാഹിന്റെ തുടക്കം തന്നെ അള്ളാഹുവിനെ കണ്ടിട്ടാ. അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞതിന് പല അർത്ഥമുണ്ട്, 2 അർത്ഥമല്ല, നാനാർത്ഥങ്ങളുണ്ട്. അതിന് 2 അർത്ഥമൊന്നും പറയും ചിലപ്പോ, അലമേ എന്നൊക്കെ പറയണ മാതിരി പല അർത്ഥങ്ങളുണ്ട്. അള്ളാഹിനെ കാണുക എന്ന് പറഞ്ഞു എന്റെ തുടക്കം എപ്പോഴും അള്ളാഹ് എന്നുള്ളൊരു ചിന്ത, എല്ലാ ചലനങ്ങളിലും വാക്കുകളിലും ഒതുക്കങ്ങളിലും ഇങ്ങോട്ട് നോക്കിയാലും അള്ളാഹ് പ്രേമം, അള്ളാഹ് എന്നുള്ളൊരു ചിന്ത, അത് അള്ളാഹിനൊരു കാണലാണ്. വിശ്വാസത്തിൽ ഈമാനിൽ അള്ളാഹുവിനെ കാണുക. അതില്ലാത്തവനെ സ്വലാഹിന്റെയും ഇസ്തിഖാമത്തിന്റെയും വിലായത്തിന്റെയും ഫീൽഡിലേക്ക് 1ാം കാൽവെപ്പിന് തന്നെ പറ്റില്ല. അത് അള്ളാഹുവിനൊരു കാണലാണ്. അത് തന്നെ 24 മണിക്കൂർ കൊണ്ടെടുക്കാൻ കഴിയാത്ത സാധുക്കളാണ് നമ്മള്, അല്ലെ? ഉവൈസുലിയര് മരിച്ചാ പറയും, പൊന്നാനി മുദർരിസായ ഉവൈസ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മൂപ്പര് അള്ളാഹു 24 മണിക്കൂർ വിശ്വാസത്തിൽ വരെ കണ്ടിട്ടില്ല. പിന്നെ അവിടുന്ന് കേറിയാല് അള്ളാഹുവിനെ ഇടയ്ക്കിടെ കൽബ് കൊണ്ട് കാണുന്നവർ, അവിടുന്നും കേറിയാല് ഇടയ്ക്കിടെ റൂഹ് കൊണ്ട് കാണുന്നവര്, അവിടുന്നും കേറിയാല് അവരുടെ റൂഹി സ്ഫുടമായി പോയി. ആ റൂഹിന് പേര് മാറി സിർറ് എന്നായി റൂഹിന് പേര്. പിന്നെ ആ കാഴ്ചക്കും വിറ്റത് കശ്ഫ്, മുഷാഹദത്ത്, ഷുഹൂദ്, മുആയനത്ത്, ഇങ്ങനെ പേരും മാറുന്നുണ്ട്, ഡിഗ്രിക്കനുസരിച്ച് പേരും മാറുന്നുണ്ട്. അങ്ങനെ മുഷാഹദത്തിൽ പറഞ്ഞ മർത്തബ അതേതാണ്? സിർറ് കൊണ്ട് കൽബിന്റെ പേര് മാറണം. നമുക്ക് കൽബന്നല്ല, സൂഫിയാക്കൾ ഇസ്തിലാഹിലുള്ള കൽബി നമുക്കില്ല, ഡിക്ഷണറി നോക്കിയുള്ള കൽബില്ല എന്നല്ല. നമുക്കൊക്കെ നമ്മളെ കൂടെ നഫ്സ് എന്നാ പറയാ. എപ്പോഴെങ്കിലും നല്ലൊരു ചിന്ത വരിക, അല്ലാത്ത സമയത്തൊക്കെ അശ്രദ്ധ അല്ലെങ്കിൽ മോശപ്പെട്ട ചിന്ത, ആ സാധനത്തിന് നഫ്സ് എന്നാ പറയാ. അതേ സാധനം വൃത്തിയാക്കിയാൽ അതിന് കൽബ് എന്ന് പറയും. ഒന്നും കൂടെ വൃത്തിയായാൽ റൂഹ് എന്ന് പറയും. ഒന്നും കൂടെ വൃത്തിയായാൽ സിർറ് എന്ന് പറയും. എന്തിനാ ഇതൊക്കെ ജനങ്ങളോട് പറയണെന്ന ചിലവരഷ്കാർ ജനങ്ങളോട് പറഞ്ഞ അന്നെപ്പോലത്തെ ആൾക്കാർക്ക് തിരിയാന്. ഒരു സൂപ്പറേറ്റൊക്കെ മൂല്യര് തലയിൽ കെട്ടിയ മൂല്യര് മരിച്ച അപ്പൊ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് ഇജ്ജ് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരികയാണ്, എനിക്കിത് കേൾക്കാൻ നേരല്ല. പിന്നെ എങ്ങനെ എന്റെ തെറ്റ് തീരല്? എല്ലാവർക്കും ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വെച്ചിട്ടാൻ പറ്റും. വെച്ചോട്ടിയാ പറ്റിയോല് മടവൂർ ഷെയ്ഖിന്റെ ശേഷം ഇവിടെ വെച്ചിട്ട മറ്റൊരു ആരെ വന്നത്?
ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ എന്റെ അറിവിലുണ്ട് പറഞ്ഞോണ്ടാന്നാ പറയുന്നത്. റബ്ബിനെ സിർറുകൊണ്ട് കണ്ടോല് നേരെ റബ്ബിനെ സിർറുകൊണ്ട് കണ്ടവൻ അള്ളാനെ ദർശിക്കുക, അള്ളാന്റെ ഷുഹൂദ് കിട്ടിയ ആളുകള്. കുണ്ടൂർ ഉസ്താദ് നമ്മള് ഹുസ്നുൽ, കാരണം കുറെ കറാമത്തുകളൊക്കെ കാണിച്ച് വിലായത്തിന്റെ മർത്തബയിലൊക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹുസ്നുൽ കൊണ്ട് അവർക്ക് ആ മർത്തബ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ വെച്ചിട്ട് അവര് അതിന് സഹായകമായ പല വാക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മള് അവരെ മദ്ഹായിട്ട് ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയുന്നുണ്ട്. മടവൂരിന്റെ ശേഷം വന്ന ആളാണ് കുണ്ടൂർ ഉസ്താദ്. അതിന്റെ ശേഷം ആരാണ്? കുണ്ടൂർ ഉസ്താദിന്റെ ശേഷം ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസിനെ പറ്റിയ ആള് ആര്? മറ്റുള്ളവരൊക്കെ മോശപ്പെട്ടോലെന്നല്ലേ ഈ പറയുന്നത്. ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് വലിയൊരു മഖാമാണ്, അത് എല്ലാവർക്കും വെച്ചിട്ടാൻ പറ്റിയതല്ല. അപ്പൊ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് പറയേണ്ട ആളുകളുണ്ട്. കൽബന്നല്ലാത്ത ആളുകൾക്ക് എങ്ങനെ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് പറയല്? റൂഹന്നല്ലാത്ത ആളുകൾക്ക് എങ്ങനെ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് പറയല്? സിർറ് വേണ്ടേ? അപ്പോഴല്ല ഖദ്ദസുല്ലാഹു സിർറഹു എന്ന് പറയല്. അതുപോലെ ഒരു 35 മുതഅല്ലിമീങ്ങളുള്ള മുദരിസ് മരിച്ചാലായ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസുമായി മൂപ്പർക്ക് വലിയ മഖാമും പൊന്തിച്ച് വെച്ചിട്ട് പിന്നെ ഉറൂസ, എല്ലാ കൊല്ലം ഉറൂസ്. എന്താ ഈ ഉറൂസ് പറഞ്ഞാൽ? ഉറൂസ് ആവണമെങ്കിൽ നൗമത്തുൽ അറൂസ് എന്ന് അല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള പോലെ സമ്മതിച്ചാണ് ഉറൂസ് കഴിക്കാന്ന് പറഞ്ഞത്. ഈ പുതുമാരൻ കിടക്കുന്നത് പോലെ കടന്നോ, ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോന്നല്ല, പുതുമാരൻ ഉറങ്ങല. നൗമത്തുൽ അറൂസ്, പുതുമാരൻ കിടക്കുന്നത് പോലെ നീ കടന്നോ എന്ന് മലക്കാളി പറയും. എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് മരിച്ചവരാണ് ഉറൂസ് കഴിക്കുക എന്ന് പറയും. ഉറൂസും തർക്കടില്ല, അത് പാണ്ടാണെന്ന് വെക്കണം. ചിലവരൊരു മൗലിദും ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ അമീൻ കറാമാത്തി എന്ന് പറയുമ്പോ ഒന്നും പറയാനില്ല, അവിടെ ഒന്ന് കുടുങ്ങിയാണ്. അപ്പൊ ഒരാൾ മന്ത്രിച്ചപ്പോ തലവേദനക്ക് മന്ത്രിച്ചാൻ വന്നപ്പോ എന്തായി? മന്ത്രിച്ചു കൊടുത്തപ്പോ തലവേദന മാറി. ആ കറാമത്തപ്പെട്ട തന്നെയാണ്. ഏത് ബസ് ഇട്ട് 5 മിനിറ്റ് വൈകിക്കണ് വീട്ടിൽ നിന്ന് മണ്ടി ചെന്നപ്പോ ആ ബസ് അവിടെ പോയിട്ടില്ല. രണ്ടാമത്തെ കറാമത്ത്. ഇങ്ങനെ എണ്ണി ഒപ്പിച്ച് ആ മൗലിദായി. ആർക്കാ മൗലിദ് ഉണ്ടാക്കുക? എന്നോട് ഇപ്പൊ ഒരാൾ പറഞ്ഞ്, ഒരു മാസം മുമ്പ് ഒരാൾ പറഞ്ഞ്, നിങ്ങൾ ഒരു മൗലിദ് എഴുതി തരണം എൻ്റെ അപ്പാക്ക്. മൂപ്പരപ്പാക്ക് ഒരു മൗലിദ് എഴുതി കൊടുക്കും. ഞാൻ മൗലിദ് എഴുതി കൊടുക്കും. അപ്പൊ ഞാൻ കുറെയൊക്കെ പറഞ്ഞു നോക്കി. മൂപ്പര് അസലാകാത്ത രൂപത്തിൻ്റെ പോയിക്കോട്ടെ എന്നിട്ട് കുറെ പറഞ്ഞു. മൂപ്പര് പോണില്ല, ഒപ്പം കൂടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മൗലിദ് ആർക്കാ എഴുതണ്ടേ? ഇമാം ഷഹറാനി, അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു തആല അൻഹു പറയാ, മൗലിദ് എഴുതണമെങ്കിൽ മശാരിക്കിലും മഗാരിബിലും കറാമത്ത് കൊണ്ട് മഷൂറായ വലിയാവണം. തോന്നിയവർക്കൊക്കെ മൗലിദ് എഴുതല. ഇതിനൊന്നും ഒരു മാനില്ലാതാകാണ്, ഉസുറുമുളില്ലാതാകാണ്. വൈല ഹദറത്തി ഉസ്താദിന ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. ഇതെന്നാ നിങ്ങൾ നിർത്തുക? അന്നേ നിങ്ങൾ അന്തംഗമ്യത്തരം മാറും. എന്റെ ഉസ്താദ് ആയതുകൊണ്ട് ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ആവൂല. കുതുബുൽ അഖ്താബ് റളിയല്ലാഹു അൻഹു, റിഫായി റളിയല്ലാഹു അൻഹു, ഫുലാൻ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, ഫുലാൻ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. ഇതെന്ത് ഇസ്തിലാഹ? മനസ്സിലാവും. റിഫായി ശൈഖിനോട് ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ഉള്ളൂ. ജീലാനി തങ്ങൾക്ക് ഖദ്ദസുല്ലാഹു സിർറഹുൽ ശരിക്കുന്നുള്ളത്. ശരിക്കിന് പറയുമ്പോൾ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് സിറുണ്ട്. അതിന്റെ അപ്പുറത്തേക്കും ഉണ്ട്. ഓരോ സിറ് പറഞ്ഞാൽ തീരൂല. അത് ചുരുക്കി പറയാം ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. ഒരു ഇസ്തിലാഹ് ഒന്നും മനസ്സിലാക്കാതെ ഇത് പരിഹസിക്കലല്ലേ? റളിയല്ലാഹു അൻഹു പറയാനൊരു കൂട്ടരില്ല. കൈപ്പറ്റ ഉസ്താദ് ആരാണ്? അവരൊക്കെ വലിയ വലിയ മഹാന്മാരെ. നമ്മളെ ഉസ്താദാ, നമ്മൾ ഉസ്താദിന്റെ ഉസ്താദ്. അതുപോലെ കരിങ്കപ്പാറ ഉസ്താദ്, അവരൊക്കെ നവ്വറല്ലാഹു മർഖദഹു, അയിമേ തൃപ്തി അടങ്ങിയ ആളുകളാണ് അവരൊക്കെ കുറിച്ച് എന്താ പറഞ്ഞിരുന്നത്? അടുത്ത കാലം വരെ നവ്വറല്ലാഹു മർഖദഹു, അതന്നെ അതും. അവർ മോശപ്പെട്ടവരായതുകൊണ്ടല്ല, അത് ചില്ലറ ആദുവാ. അവരെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ, അത്രേ നമുക്ക് അറിയൂ.
അതിൻ്റെ അപ്പുറത്ത് പറയാൻ നമുക്ക് അറിയില്ല. റഹിമഹുല്ലാ എന്ന് പറയൽ ഒരു ഇമാമൊക്കെ ആയി, വലിയൊരു മഷൂറായ ആലിമ് ഒക്കെ ഒരു ഇമാമൊക്കെ ആയ ആളെ കുറിച്ച് റഹിമഹുല്ല പറയും. അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊക്കെ ആയ റളിയല്ലാഹു അൻഹു എന്ന് പറയും. അങ്ങനല്ലേ സ്വഹാബത്തിനെ പറ്റി റളിയല്ലാഹു അൻഹു. ഈ റളിയല്ലാഹു ഒരർത്ഥത്തിൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നതിനേക്കാൾ വലുതാണ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഏതായാലും ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ കുറച്ച് നീട്ടി പറഞ്ഞു എന്നുള്ളൂ, അല്ലെങ്കിൽ തിരിയൂല, നീട്ടി പറഞ്ഞു എന്നുള്ളൂ. ഞാൻ ചുരുക്കി പറയുന്നത് റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവര് അല്ലാഹുവിനെ എപ്പോഴും കാണുന്ന ആളാണ്. അങ്ങനെ മൻസൂറുൽ ബതാഇഹി റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, എന്റെ സിർറ് കൈമാറാൻ ഏറ്റുവാങ്ങാൻ തരപ്പറ്റിയ കുട്ടി അത് അഹ്മദു റിഫായി ആണ്, എന്റെ 2 മക്കളല്ല. പിന്നെയും അവരുടെ ചൊറി മാറിയിട്ടില്ല. അതുകൊണ്ട് ഒന്നും കൂടെ മൻസൂറുൽ ബതായി മറ്റൊരു സമയത്തും കൂടെ പറഞ്ഞു, നിങ്ങള് ഒരു ചെടിയുടെ പേര് പറഞ്ഞിട്ട് ആ ചെടി നിങ്ങൾ പറിച്ചു കൊണ്ടുവരണം. ഒരു ചെടി പറിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പല പരീക്ഷണങ്ങളും ഉണ്ടാകുമല്ലോ. അങ്ങനെ 3 നാളും പറഞ്ഞു. അങ്ങനെ പോയി 2 ആള് വേഗം ചെടി പറിച്ചു കൊണ്ടുവന്നു. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചെടി പറിക്കാൻ നോക്കുന്ന ചെടി ഒന്നും പറിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ മടങ്ങി എന്തേ മടങ്ങിപ്പോന്ന് മറ്റൊരു ചെടി കൊണ്ടുവന്നല്ലോ. അപ്പൊ പറഞ്ഞു, ഗുരുവേ, ഞാൻ ഏത് ചെടിയുടെ അടുത്തേക്ക് ചെന്ന് അത് മുറിക്കാൻ നോക്കുമ്പോഴും അത് അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങനെ എന്നെ ശല്യം ചെയ്യാം, എനിക്കത് കഴിഞ്ഞില്ല. അപ്പൊ ശല്യം ചെയ്തു എന്ന് പറയോ ശൈഖ്? അപ്പൊ ആ മർത്തബിക്ക് എത്തണം. നമ്മുടെ കൺമുമ്പിലുള്ള സർവ്വതും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ശൈഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആരാ മുഹീദ്ദീൻ ഇബ്നു അറബി? ലോകം കണ്ട മഹാനാണ്. അവരെ പറ്റി പഠിക്കണ്ടേ? ഈ ഫീൽഡ് ചിന്തിക്കുക പോലും ചെയ്യാത്ത പൊട്ടന്മാരാ പറയുന്നത് മുഹീദ്ദീൻ ഇബ്നു അറബി കാഫിറായി പോയി, ഇസ്ലാം ദീനിൽ നിന്ന് തെറ്റിപ്പോയി. ഇസ്ലാം ദീൻ അവന്റെ പരിയിലുള്ള സാധനം, അവനാ കൊടുക്കണ, വിതരണം ചെയ്യണം. മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? ലോകത്തുള്ള സർവ്വ വസ്തുക്കളും ദിക്ർ ചൊല്ലുന്നുണ്ട്. അല്ലാഹു തആല ഒരാൾക്ക് വിലായത്ത് കൊടുത്താൽ അവന്റെ ആദ്യമായി അല്ലാഹു തആല കൊടുക്കുന്ന കറാമത്ത് അവന്റെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ വസ്തുക്കളും, ചെടികളും, പറവകളും, നമ്മൾ നിർജീവങ്ങൾ എന്ന് പറയുന്ന വസ്തുക്കൾ വരെ, ചുമര്, കട്ടിൽ, തലേണ, സർവ്വതും പല പല ഭാഷയിൽ അല്ലാഹുവിന്റെ തസ്ബീഹ് ഇങ്ങനെ ചൊല്ലുന്നത് കേൾക്കുകയാണ്. ആ ഒരു മർത്തബിക്കെത്തും. അത് തുടക്കാന്നാ പറഞ്ഞത് ശൈഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു റിഫായി ശൈഖ് റളിയല്ലാഹു ദിക്ർ കേൾക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ആ ചെടി പറിച്ചു കൊണ്ടുവരാനേ കഴിഞ്ഞില്ല. അങ്ങനെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു 30 വയസ്സിന്റെ ചുവട്ടിലാകുമ്പോൾ തന്റെ ഗുരുവായ മൻസൂറുൽ ബതാഇഹിയുടെ അവരുടെ ഖലീഫയായി, പ്രതിനിധിയായി അവര് ഇരിക്കുകയാണ്. ജനങ്ങൾക്ക് തർബിയത്ത് ചെയ്യാൻ, ജനങ്ങളെ ഉപദേശിക്കാൻ, യഥാർത്ഥ വഴിയിലേക്ക്, അല്ലാഹുവിലേക്കുള്ള വഴിയിലേക്ക് ദർശനം നൽകാൻ റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുകയാണ്. അങ്ങനെ മഹാനവറുകള് അവരുടെ പ്രത്യേക റൂട്ടാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖത്ത് എന്ന് പറയുന്ന ത്വരീഖത്ത്, അത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ത്വരീഖത്ത്. ആ ത്വരീഖത്തിന്റെ പുറമെ അവരുടെ സ്പെഷ്യൽ ത്വരീഖത്തുണ്ട് റിഫായി ശൈഖിന്. അത് അങ്ങേയറ്റത്തെ വിനയമാണ്, മരിക്കുന്നത് വരെ വിനയമാണ്, വാക്കിലും പ്രവൃത്തിയിലും വിനയം, അങ്ങേയറ്റത്തെ വിനയം. ആർക്കും സാധിക്കാത്ത ഏറ്റവും പ്രയാസമുള്ള ത്വരീഖാണ്, റൂട്ടാണ് റിഫായി ശൈഖിന്റെ റൂട്ട് എന്ന് പറയുന്നത്. അങ്ങേയറ്റത്തെ വിനയവും, അങ്ങേയറ്റത്തെ പരോപകാരവും, അങ്ങേയറ്റത്തെ സഹകരണവും, എല്ലാവർക്കും ഖിദ്മത്ത് ചെയ്യുക, സേവനം ചെയ്യുക, സ്വന്തം മഖ്ദൂമാകല്ല, എല്ലാവരുടെയും ഖാദിമാകുക,
കുഷ്ഠരോഗം പിടിച്ചവര്, അവശരായ ആളുകള്, അങ്ങനെ എല്ലാവരും അറക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രോഗമുള്ളവര്, അങ്ങനത്തെ ആളുകളുടെ അടുത്ത് അവരെ കുളിപ്പിക്കുകയും അവർക്ക് വസ്ത്രം നൽകുകയും അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും അവരുടെ കൂടെ ഇരിക്കുകയും ചെയ്യുന്ന റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മനുഷ്യരിൽ മാത്രമല്ല, റിഫായി ശൈഖിന്റെ സാന്ത്വന പ്രവർത്തനം, റിഫായി ശൈഖിന്റെ സാന്ത്വന പ്രവർത്തനം അത് മറ്റു മനുഷ്യേതര ജീവികളിലേക്കും വ്യാപിക്കുന്നു. കുഷ്ഠരോഗം പിടിച്ച ഒരു നായ ബത്വാഇഹിൽ ഉണ്ടായിരുന്നു, റിഫായി ശൈഖിന്റെ നാട്ടിലുണ്ടായിരുന്നു. ആ നായയെ ജനങ്ങളെല്ലാം ആട്ടി. അങ്ങനെ ആ നായ ജനങ്ങളിൽ നിന്ന് അകന്ന് ഒരു മരുഭൂമിയിൽ പോയി കിടക്കുകയാണ്, വിശന്നൊട്ടി കിടക്കുകയാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആ നായയെ കുളിപ്പിക്കുകയും അതിന് മരുന്ന് തേച്ചു കൊടുക്കുകയും ആ നായക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അതിനെ ശുശ്രൂഷിച്ച കാരണത്താൽ ആ നായം സുഖം പ്രാപിച്ച് നായയെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. അന്നേരം ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര ഒരു നായയോട് ഇത്ര കഷ്ടപ്പെടുന്നത്? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് ഔലിയാവിന്റെ നോട്ടം, അവരുടെ ചിന്ത എല്ലാവരോടും റഹ്മത്താണ് ഔലിയാവിന്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ നായനെ നിങ്ങളെല്ലാം മാട്ടിയോടിച്ചു, ഇതിനൊരു രോഗം വന്ന കാരണത്താൽ എനിക്ക് തോന്നുന്നു ഞാനും ഇതിനെ തിരിഞ്ഞു നോക്കാതെ അവഗണിച്ചു കളഞ്ഞാൽ അല്ലാഹു തആല ഇതേ രോഗം എനിക്ക് തന്ന് ഞാൻ പരീക്ഷിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ നായയെയും പരിഗണിക്കുന്നത് എന്ന്. അങ്ങനെ മഹാനവർകള് വലിയ ആർക്കും അധികം ഔലിയാവും പോവാത്തൊരു റൂട്ടാണ്, അങ്ങേയറ്റത്തെ വിനയത്തിന്റെ റൂട്ട് ഫുതൂവത്ത് എന്നാണ് അതിന് പറയുക. ആ റൂട്ടിൽ പോകുന്ന മഹാന്മാർക്ക് അൽ ഫത എന്നാണ് പറയുക. എല്ലാ അഖ്താബീങ്ങളും എല്ലാ ഗൗസിങ്ങളും അൽ ഫത എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്തുന്നവരാണ്. അൽ ഫത എന്ന സ്ഥാനത്തേക്ക് എത്താത്തൊരു കുതുബും ഉണ്ടാകില്ല. അങ്ങേയറ്റത്തെ വിനയം, അത് വിനയം ഞാൻ ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട് എന്ന് തന്നെ അറിയാത്തൊരു സ്ഥാനാണ് അൽ ഫുതൂവത്ത് എന്ന് പറയുന്ന സ്ഥാനം. ആ സ്ഥാനം ഉള്ള ആക്കാണ്, ആ അവസ്ഥ ഉള്ള ആക്കാണ് അൽ ഫത എന്ന് പറയുക. പക്ഷേ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റേത് അത് മറ്റു പല ഔലിയാവിനും കാണപ്പെടാത്ത വിധത്തിലുള്ള ഫുതൂവത്തായിരുന്നു, വിനയമായിരുന്നു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ കറാമത്തുള്ള മഹാനാണ്. അവരുടെ മശായിഖ്, അവരുടെ ഗുരുക്കന്മാര് മശായിഖിനേക്കാളൊക്കെ സ്ഥാനത്തേക്ക് അവർ ഉയർന്നു പോയി. മൻസൂറുൽ ബത്വാഇഹി തന്നെ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, അന്ന് 30 വയസ്സായിട്ടുള്ള റിഫായി ശൈഖിന് എന്നൊക്കെ കവച്ചു വെച്ചു റിഫായി അഹമ്മദ് റിഫായി. എന്നെ മാത്രല്ല, ഞാനും എന്റെ മുരീദന്മാരിൽപ്പെട്ട എല്ലാവരും, എന്റെ മുരീദന്മാരിൽപ്പെട്ട എല്ലാവരുടെയും എന്റെയും മീതെയാണ് ഇപ്പോൾ തന്നെ അഹമ്മദ് റിഫായി. അത് അന്ന് ഗൗസിയത്ത് കിട്ടിയിട്ടില്ല, പക്ഷേ അത് കിട്ടുന്ന ഉറപ്പാണ്. ഉസ്താദിനു മൻസൂറുൽ ബത്വാഇ തങ്ങൾക്ക് ഗൗസിയത്ത് കിട്ടുന്ന ഉറപ്പാണ്. അതുകൊണ്ട് അവര് ഔലിയ പറയുന്ന വാക്ക് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് അവരിപ്പോൾ തന്നെ സംഭവിച്ചതുപോലെ പറയും. അവർക്ക് അള്ളാഹുവിന് ഭാവിയും ഭൂതവും ഒന്നും ഇല്ലാത്തതുപോലെ ആ ഔലിയാവിനും അവർക്ക് ഭാവിയും ഭൂതമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇൽമ് അങ്ങനെയാണ്. ഇപ്പോൾ നടക്കുന്നത് പോലെ ഭാവിയെ അവർ കാണും, ഭൂതത്തെയും ഇപ്പോൾ നടക്കുന്നത് പോലെ കാണുന്ന കാഴ്ചപ്പാടാണ് ഔലിയാവിനുണ്ടാവുക. അള്ളാഹുവിന്റെ സ്വഭാവങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും എന്നാലും പൂർണ്ണം എന്നുള്ളത് തന്നെ അത് ഡോസിൽ വ്യത്യാസമുള്ളൊരു വാക്കാണ് പൂർണ്ണം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കൂടുതൽ അള്ളാഹിന്റെ സ്വഭാവം ഉൾക്കൊണ്ട ആള്. പിന്നെ അഖ്താബീങ്ങൾ ഔലിയാക്കന്മാരൊക്കെ ആ സ്വഭാവം ഉൾക്കൊണ്ടവരാണ്, അള്ളാഹുവിന്റെ സ്വഭാവം. അപ്പൊ അള്ളാഹിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അത്. ഏത്? ഭാവി വരാൻ പോകുന്നത് അവർ കാണുന്നു, കഴിഞ്ഞു പോയതും അവർക്ക് പലതും അവർ കാണുന്നുണ്ട്. അതൊക്കെ എഴുതി വെക്കപ്പെട്ട സ്ഥലമുണ്ടല്ലോ, കഴിഞ്ഞു പോയത് സർവ്വം എഴുതി വെക്കപ്പെട്ട സ്ഥലമാണ്.
വരാൻ പോകുന്നത് സർവ്വ എഴുതി വെക്കപ്പെട്ട സ്ഥലമുണ്ട്. മായ്ക്കുന്ന സ്ഥലമുണ്ട്, തീരെ മായ്ക്കാത്ത സ്ഥലമുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ മായ്ക്കപ്പെടുന്നാ പറയുന്നത്. പലതും തിരുത്തും മായ്ക്കൊക്കെ ചെയ്യും. കുറച്ച് അപ്പുറത്ത് നോക്കിയാല് തീരെ വായിക്കാത്തത് വായിക്കാൻ കഴിയും. അപ്പൊ അതൊക്കെ വായിക്കുന്ന മഹാന്മാരാണ് ഖുത്ബുൽ ആലം മടവൂർ തങ്ങളെ പോലത്തെ ആള്. ഇതൊക്കെ അങ്ങനെ കമ്മട്ടത്തിന് അങ്ങനെ കോരി വാരി കൊടുക്കല്ലേ. അല്ല, ഞാൻ പറയുന്നതിനൊക്കെ തെളിവുണ്ട്. മദ്ഹിന് വേണ്ടൊരു തെളിവുണ്ട്. ആ തെളിവുകളുണ്ട് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിനുള്ള തെളിവ് ഇതിന് വേണ്ട. മദ്ഹിനൊരു തെളിവ് വേണ്ടിയാണ്. മനുഷ്യന്മാർക്ക് വേറൊരു മനുഷ്യന്റെ മദ്ഹ് ചെയ്യാൻ ഒരു തെളിവ് വേണ്ടിയാണ്. ആ തെളിവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. ഈമാൻ കാര്യം 6, അതിനുള്ള തെളിവ് ഇതിന് ആവശ്യമില്ല. അത് വേണ്ടത് എന്നാണ്? ഒരാളെ കുറിച്ച് മോശപ്പെട്ടതായി ഒരാളെ കുറിച്ച് പറയുമ്പോ അതിനാണ് ആ തെളിവ് വേണ്ടി. ഇന്നിപ്പോ മുൻഅക്കിസായി, തിരിച്ചായി. ഒരാളെ പറ്റി ആരും വിചാരിക്കേണ്ടത് ആദ്യം ഏറ്റവും മോശപ്പെട്ടവന, ഇന്നേക്കൾ ഏതായാലും മോശപ്പെട്ടവൻ, ഇന്നേക്കൾ മാത്രമല്ല എല്ലാവരെക്കാളും മോശപ്പെട്ടവനായിരിക്കും അവന്. ഇങ്ങനെയാണ് ആദ്യത്തെ തീരുമാനം. പിന്നെ ഇങ്ങനെ തിരുത്തി കുറേശ്ശെ കാണുന്നതിനനുസരിച്ച് തിരുത്തി വരികയാണ്. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ ഇൻഇകാസുൽ ഉമൂർ കാലാകെ കോലം മാറിപ്പെട്ടതാണ്.